മാധ്യമ മേഖലയിൽ 40 വർഷം പിന്നിടുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ജനകീയ യാത്ര SKN40 തിരുവനന്തപുരത്ത് പര്യടനം അങ്ങനെ തുടരുകയാണ്. നെയ്യാറ്റിൻകര നിംസിലാണ് SKNും സംഘവും ഇപ്പോഴുള്ളത്. SKNും സംഘവും ചേരുകയാണ് നമുക്കൊപ്പം. SKN, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സ്മിത ഹരിദാസ് ആൻഡ് കീർത്തനയും ശ്രീനിതയും അതേഴ്സ്. എനിക്ക് നിങ്ങളെ കീർത്തനയും ശ്രീനിതയാണ് നിൽക്കുന്നത്. അപ്പം 3 പേർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ 30 ദിവസം നീളുന്ന യാത്ര, 14 ജില്ലകൾ. അപ്പോൾ ഈ 30 ദിവസ യാത്രയ്ക്കിടയിൽ തന്നെ നമുക്ക് കേരളത്തിൽ നമ്മുടെ കുട്ടികളും നമ്മൾ മറ്റുള്ളവരും അനുഭവിക്കുന്ന ഈ ചില പ്രശ്നങ്ങൾ ജനദൃഷ്ടിയിൽ കൊണ്ടുവരണം. സർക്കാരും ഒക്കെ തന്നെ വളരെ നിശ്ചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങുന്നു. ഇപ്പം ഞാനുള്ളത് നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ നെയ്യാറ്റിൻകര ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു മെഡിസിറ്റിയാണിത്. ഒരുപാട് ഞാൻ 2-3 തവണ ഈ മെഡിസിറ്റിക്കകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വളർച്ച കടന്നു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സന്തോഷം. ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ എൻ്റെ ചെയർമാൻ നമ്മുടെ MD ആണ്, അദ്ദേഹം MD ആണ്. ചെയർമാൻ വേറെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഫൈസൽ ഖാനാണ്. ഇത് നമ്മുടെ ഒരു പഴയകാല സുഹൃത്താണ്, ഇപ്പോഴും സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് തിരുവനന്തപുരം മ്യൂസിയത്തിൽ നടക്കുകയുണ്ട്. ആരോഗ്യമൊക്കെ എങ്ങനെ? നന്നായിട്ട് പോകുന്നു, വളരെ നന്നായിട്ട് പോകുന്നു. മെഡിസിറ്റിയുടെ ആരോഗ്യം? നിംസ് മെഡിസിറ്റി നന്നായിട്ട് പോകുന്നു, വളരെ നന്നായിട്ട് പോകുന്നു. ഇതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇന്ന് ഒരുപാട് പേര് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണാം. അവർ മെഡിസിറ്റി മുഴുവൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരിക. നിങ്ങളുടെയൊക്കെ മനോഹരമായ മുഖങ്ങൾ നമ്മൾ നാൾക്കാരെ ഒന്ന് കാണിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ സ്ഥാപനം വളരെ മുന്നോട്ട് പോകുന്നു. നമ്മളിപ്പം ഇറങ്ങിയൊരു യാത്ര എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ പൊരുതാനാണ്. കാരണം നമ്മുടെ കുട്ടികളും ഈ മെഡിക്കൽ രംഗത്തെ കുട്ടികളും ഒക്കെ തന്നെ ഈ രംഗത്തേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ ചെറിയ ശതമാനമേ ഉള്ളൂ. എന്നാൽ അപകടം പിടിച്ച മേഖലയാണ് നമുക്കറിയാം. അതിനെക്കുറിച്ച് നിംസ് അവെയറാണോ? തീർച്ചയായും. നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമ്മൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലഹരി എന്തുമാത്രം കൂടുതലാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വന്നാൽ മതിയാവും. കൗൺസിലിംഗ് വരുന്ന വിദ്യാർത്ഥികൾ, പണ്ടൊക്കെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞ് അവരാണ് കൗൺസിലിംഗ് വന്നിരുന്നെങ്കിൽ ഇപ്പം 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും കുഞ്ഞുങ്ങളാണ് ഈ പറഞ്ഞ കൗൺസിലിംഗ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മാറ്റങ്ങൾ കൂടി വളരെ മാസ്സായിട്ടുള്ള ക്യാമ്പയിനിൽ കൂടി മാത്രമേ നമുക്ക് അവരെ ബോധവൽക്കരണത്തിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം ഓൾ കേരള ലെവൽ, അതായത് ട്രിവാൻഡ്രത്തിൻ്റെ അറ്റം മുതൽ കാസർഗോഡ് വരെ ചെയ്യുന്നൊരു പ്രയാണമാണ്. എപ്പോഴും നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഈ ശീതീകരിച്ച മുറിയിൽ മാത്രം ഇരിക്കാതെ നിങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങൂ, നല്ല വെയിലാണ്. അപ്പോൾ അവർക്ക് എന്നെ വെയിൽ കൊണ്ടൊരു നല്ല നില എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചു ഒന്ന് ഇറങ്ങാം. ഇറങ്ങുമ്പം എനിക്ക് കിട്ടുന്ന വിവരങ്ങളും ഒക്കെ തന്നെ എന്നെ ഭയങ്കര ഷോക്ക് അടിപ്പിക്കുന്നതാണ്. എനിക്കൊന്നും ഒരു പക്ഷേ ഇത്തരം ഒരു മെഡിസിറ്റി പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ താങ്കൾ ഈ ഒരു അപകടം, നമ്മൾ ശരിക്കും പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വന്നാൽ അത് ഒറ്റപ്പെട്ട വാർത്തകൾ എന്ന് പറഞ്ഞ് തള്ളി. ഇപ്പോൾ ചില വാർത്തകൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വയസ്സുകാരൻ 12 വയസ്സുകാരിക്ക് MDMA കൊടുത്തത് സഹോദരി കൊടുത്ത കേസാണ്. ആ വാർത്ത വന്നപ്പോൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യണോ എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ പ്രക്ഷേപണം ചെയ്യാത്ത വാർത്തകളാണ് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളെക്കാളും കൂടുതൽ. അപ്പം ഒരു പ്രക്ഷേപകൻ തന്നെ നടുങ്ങിപ്പോകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ അടുത്ത് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എത്രമാത്രം അപകടം നമ്മുടെ സമൂഹത്തിലുണ്ട്? ഈ സമൂഹത്തിലെ അപകടങ്ങൾ നമ്മൾ പുറമേ ആരെങ്കിലും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവരെയും പലപ്പോഴും പല രീതിയിലും വേട്ടയാടും എന്നുള്ളതാണ്. ഇപ്പോൾ അത് സഹചാര പോലീസായിട്ട് പറയാം, അല്ലെങ്കിൽ ആ രീതിയിൽ പറയാം. ഇപ്പോൾ അധ്യാപകൻ പ്രശ്നം ഉണ്ടാക്കണം, അധ്യാപകനെതിരെ ഈ പറയുന്ന രീതിയിൽ പ്രൊപ്പഗൻഡ കൊണ്ടുവരാം. അതെല്ലാം മാറ്റിക്കൊണ്ട് എല്ലാവരും ഒരേ രീതിയിൽ, മീഡിയ ഉൾപ്പെടെ എല്ലാവരും ഒരേ ഫോക്കസിലോട്ട് എങ്ങനെ നമുക്ക് ഈ പറയുന്ന ലഹരിയെ എതിർക്കാം, എങ്ങനെ ചെറുക്കാം, എങ്ങനെ യുവത്വത്തെ തിരികെ നല്ല രീതിയിൽ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പോകും. പക്ഷേ ഇതിപ്പോൾ പലപ്പോഴും അധ്യാപകർക്ക് തന്നെ ഭയമാണ്, ഈവൻ പോലീസുകാർക്ക് ഭയമാണ്. പോലീസുകാർ ആരെങ്കിലും പിടിക്കാനുണ്ടെന്ന് തന്നെ പോലീസുകാർക്കെതിരെയായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും സമൂഹത്തിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ താങ്കൾ നടത്തുന്ന ഈ ഒരു പ്രയാണം പോലെ, ഈ ഒരു പ്രവർത്തനം പോലെ എല്ലാ മേഖലകളിലും ഇതിനൊരു ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ ശരിയാകാൻ പറ്റും. ഏറ്റവും വലിയ നല്ലൊരു കാര്യം പറയുന്നത് ഗവൺമെന്റ് ഇപ്പം പേപ്പറും TV നോക്കുമ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഭയങ്കര സ്ട്രോങ്ങാണ്, സർക്കാർ ഭയങ്കര സ്ട്രോങ്ങാണ്. മാത്രമല്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി പോലീസിനൊരു ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. അതായത് ഇടപെടലൊന്നും ഉണ്ടാവത്തില്ല, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ എക്സൈസിനോടും പോലീസിനോടും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നമ്മളോടും പറഞ്ഞു അദ്ദേഹം. അപ്പോൾ സ്വതന്ത്രമാണെങ്കിൽ നമ്മുടെ പോലീസ് 10 ദിവസം കൊണ്ട് നേരെയാക്കും. തീർച്ചയായും സ്വതന്ത്രമായി അവരെ വിടുവാന്നുണ്ടെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസുകാർക്കും കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്കത് ചെയ്യാം. അതിൻ്റെ ഒരു നാളെ ഇപ്പം TV കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്തെങ്കിലും ചെയ്യും.